നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ സ്ഥലത്തെ സാഹചര്യം പരിശോധിച്ച ശേഷം തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം. ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് നെയ്യാറ്റിൻകര ഗോപന്റെ മകൻ സനന്ദൻ. എന്നാൽ ഹിന്ദു ഐക്യവേദിയുടെ പേരിലുള്ള വിവാദം അനാവശ്യമാണെന്നും നിയമപരമായി മുന്നോട്ട് പോകട്ടെയെന്നും ഹിന്ദു ഐക്യവേദി ജനം ടിവിയോട് പറഞ്ഞു. കല്ലറ പൊളിക്കാനുള്ള ആർഡിഒ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുടുംബത്തിന്റെ ഹർജി. മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ കല്ലറ പൊളിക്കണമെന്ന് ഹർജി തള്ളി കോടതി നിരീക്ഷിച്ചു. കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യില്ലെന്ന് പറഞ്ഞ നെയ്യാറ്റിൻകര ഗോപന്റെ മകൻ ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കി. നിയമത്തിന്റെ വഴി പോകുന്നതിന് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോ ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇപ്പോൾ അവരുടെ ഇതിലാണ്. അപ്പോൾ അവര് നമ്മുടെ അടുത്ത് ഒരു ഡിസിഷൻ പറയട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പറയാം. എന്നാൽ നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നും ഹിന്ദു ഐക്യവേദിയുടെ പേരിലുള്ള വിവാദം അവാസ്തവമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ജനം ടിവിയോട് പറഞ്ഞു. ഗോപൻ സ്വാമിയുടെ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ പേരിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ അവാസ്തവമാണ്. ഹിന്ദു ഐക്യവേദിക്ക് അത്തരത്തിലുള്ള നിലപാട് ഈ വിഷയത്തിൽ ഒരു സമയത്തും സ്വീകരിച്ചിട്ടില്ല. ഹിന്ദു ഐക്യവേദിയുടെ പ്രഖ്യാപിതമായ നിലപാട് ഇക്കാര്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നിട്ടുള്ള പരാതികൾ ഉയർന്ന സ്ഥിതിക്ക് നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഇനി ഒരു ഉത്തരവോ നോട്ടീസോ ജില്ലാ ഭരണകൂടം ഇറക്കില്ല. സാഹചര്യം കണക്കിലെടുത്ത് സമാധാന അന്തരീക്ഷത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും നടപടികൾ. സ്ഥലത്തെ സാഹചര്യം സംബന്ധിച്ച് പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നടപടികൾക്ക് മുന്നോടിയായി കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് നിയോഗിക്കും. കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി അസ്വാഭാവികത നീക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ജനം, തിരുവനന്തപുരം.